T20 ലോകകപ്പിൽ മലയാളികളുടെ അഭിമാനതരം സഞ്ജു സാംസൺ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായി കളിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ. ഇത് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതലും. പക്ഷേ ഇഷാൻ കിഷന്റെ മടങ്ങിവരവ് സഞ്ജുവിന് തീർച്ചയായും ഭീഷണി തന്നെയാണ്. ജിതേഷ് ശർമ്മ തന്നെ ലോകകപ്പ് സ്ക്വാഡിലും സ്ഥാനം നിലനിർത്തിയിരുന്നുവെങ്കിൽ സഞ്ജുവിന് ഭയക്കേണ്ടതില്ലായിരുന്നു. പക്ഷേ ഇഷാൻ അങ്ങനെയല്ല. മലയാളി താരത്തിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ശേഷിയുള്ള കീപ്പർ കൂടിയാണ് അദ്ദേഹം. ലോകകപ്പിന് മുൻപ് ഒരു T20 പരമ്പര കൂടി ഇന്ത്യ കളിക്കാനിരിക്കുകയാണ്. ജനുവരിയിൽ കരുത്തരായ ന്യൂസിലൻഡുമായിട്ടാണ് നാട്ടിൽ ഇന്ത്യ 5 T20കളുടെ പരമ്പരയിൽ ഇറങ്ങുക. ലോകകപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സൽ കൂടിയായിരിക്കും ഇത്. ലോകകപ്പിലെ അതേ സ്ക്വാഡിനെ തന്നെയാണ് ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നത്. കിവികൾക്കെതിരായ ഈ പരമ്പരയോടെയാണ് ലോകകപ്പിലെ അന്തിമ 11 കോച്ച് ഗൗതം ഗംഭീർ തീരുമാനിക്കുക. സഞ്ജുവിനെ സംബന്ധിച്ച ഈ പരമ്പര വളരെ നിർണായകം. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം അദ്ദേഹം തന്നെയാകും ഓപ്പണിംഗിൽ ഇറങ്ങുക. മികച്ച ഇന്നിംഗ്സുകൾ തന്നെ കാഴ്ചവെക്കാൻ സഞ്ജു ശ്രമിക്കുകയും ചെയ്യും. ന്യൂസിലൻഡിനെതിരെ ആദ്യത്തെ 3 T20കളിലും അദ്ദേഹത്തിന് ബാറ്റിംഗിൽ കാര്യമായ സംഭാവനകൾ നൽകാനായില്ല എങ്കിൽ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം സഞ്ജുവിന് പകരം ഇഷാൻ ഓപ്പണിംഗിൽ എത്തിയാൽ, അദ്ദേഹം അതിന് മിന്നുന്ന പ്രകടനം പുറത്തെടുത്താൽ സഞ്ജുവിന്റെ സാധ്യതകളും മങ്ങും. നിലവിലെ സ്ക്വാഡിൽ സഞ്ജുവിന് പകരം ഓപ്പണിംഗിൽ കളിക്കാൻ സാധിക്കുന്ന ഏക താരം കൂടിയാണ് ഇഷാൻ കിഷൻ. ജിതേഷിന് ഇത് സാധിക്കില്ല എന്നതിനാൽ തന്നെയാണ് ഇഷാനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നതും. സമാപിച്ച സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഝാർഖണ്ഡിനായി 2 സെഞ്ചുറികളടക്കം 500-ന് മുകളിൽ റൺസ് വാരിക്കൂട്ടിയാണ് ഇഷാന്റെ വരവ്. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിനെതിരായ പരമ്പര ലോകകപ്പിന് പ്ലേയിങ് 11ലേക്കുള്ള ടിക്കറ്റായി തന്നെ സഞ്ജു കണക്കാക്കേണ്ടതുണ്ട്. ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാൻ സഞ്ജു ശ്രദ്ധിക്കുകയും വേണം.